കുടുംബത്തെ അവഗണിക്കുന്നതായി പരാതി. കഴിഞ്ഞ വർഷത്തെ പെരുമഴക്കാലത്താണ് വൃദ്ധദമ്പതികളുടെ വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും ഉരുണ്ടു വീണത്. ഇവർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടുന്നില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് കട്ടപ്പന കുന്തളംപാറ വട്ടക്കുന്ന് സ്വദേശി നടുവത്ത് ഫിലോമിനയുടെ വീടിന് മുകളിലേക്ക് സമീപത്ത് നിന്ന് മണ്ണ്, പാറ, കല്ല് എന്നിവ വീണത്. വലിയ പാറഭിത്തി തകർത്ത് ഫിലോമിന ജോസ് കിടക്കുന്ന മുറിയിലാണ് പതിച്ചത്. അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും ഇവർ ജീവനോടെ രക്ഷപ്പെട്ടത്. ഈ തകർന്നു വീണ കല്ലുകളോ മണ്ണോ മാറ്റാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ ചെറിയ വീട് ഏതു നിമിഷവും നിലം പറ്റാറായി നിൽക്കുകയാണ്. കട്ടപ്പന നഗരസഭയിലും കളക്ടറേറ്റിലും അടക്കം പരാതി സമർപ്പിച്ചിട്ടും വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭവനമായിരുന്നു ഇത്. കഴിഞ്ഞ നവംബറിൽ വലിയ മഴയ്ക്ക് രാത്രി 2 മണിക്ക് വടി സഹിതം പെരയിലോട്ട് മണ്ണെല്ലാം അങ്ങനെ വന്നു. ഞാൻ സഹിതം ഈ കട്ടില് സഹിതം ഇങ്ങനെ ഇടിഞ്ഞ് ഉന്തിക്കൊണ്ട് പോന്നു. അത്ഭുതകരമായിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അത് ഇവിടുന്ന് കൊണ്ട് പരാതി കൊണ്ട് വില്ലേജിൽ കൊണ്ട് കൊടുത്തു, നഗരസഭയെ കൊണ്ട് കൊടുത്തു, ഏറ്റവും അവസാനം കൊണ്ട് കളക്ടറേറ്റിലും കൊണ്ട് കൊടുത്തു. ഓരോരുത്തരും വന്നു ഇവിടെ വന്ന് അന്വേഷിക്കുന്നു, പോകുന്നു. ആരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സഹായവും ഇന്നുവരെയും കിട്ടിയിട്ടില്ല. ഏറ്റവും അവസാനം പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂട്ട് 6 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ട് റൂറൽ ബാങ്കിൽ. ആ പൈസയ്ക്ക് വേണ്ടി കാലത്തും വൈകിട്ടും ഈ നടപ്പ് മാത്രം. അത് കിട്ടിയിട്ട് എവിടെയല്ലോ ചെറിയൊരു വീട് തട്ടിക്കൂട്ടണമെന്ന് ഓർത്തിട്ട് അവർ ഞങ്ങൾക്ക് അതും കിട്ടുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ നടന്ന് മടുത്തു. ഇനി ഞങ്ങൾ ആരുടെ അടുത്താണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ 2 പേരും രോഗികളാണ്. ഞങ്ങൾക്ക് താമസിക്കാൻ ഭവനമില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെയുള്ള നഗരസഭയിലുള്ളവരോ വില്ലേജിലുള്ളവരോ ഇവിടുത്തെ മെമ്പറോ ആരും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നുമില്ല. ബാങ്കിൽ ചെന്ന് പൈസ ചോദിക്കുമ്പോൾ ഈ മാസം തരാം, അടുത്ത മാസം തരാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് കുറേ വെള്ളം വെച്ചിട്ട് പോന്നു. അന്നേരം അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു അടുത്ത മാസം 9-ാം മാസം 30-ാം തീയതി ഞാൻ കുറച്ച് പൈസ തരാം. അന്തരം പൈസ തരാമെന്ന് പറയുന്നതല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമുക്ക് ആ പൈസ തരുന്നില്ല. കൃഷി ജോലി ചെയ്തും കാലിവളർത്തലിലൂടെയും ഇവർ സമ്പാദിച്ച 6 ലക്ഷം രൂപ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ഇവർ നിക്ഷേപിച്ചിരുന്നു. ഈ തുകയും തിരികെ ലഭിക്കുന്നില്ല. സ്വന്തമായി അധ്വാനിച്ച പണമെങ്കിലും ലഭ്യമായിരുന്നെങ്കിൽ വീട് വാസയോഗ്യമാക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇനിയെങ്കിലും കനിവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വൃദ്ധദമ്പതികൾ. ഇടുക്കിയിൽ നിന്നും ഷിക്കാന ന്യൂസിന് വേണ്ടി ജോൺസൺ കൊച്ചുപറമ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഷിക്കാന ന്യൂസ്, ഇടുക്കി.